കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം. പെൻസിൽ കിട്ടാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ, പേന കിട്ടാൻ, സൈക്കിൾ കിട്ടാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ, പരീക്ഷയിൽ ജയിക്കാൻ നോമ്പെടുക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ. ഇത് മൈഗ്രേഷന്റെ കാലമാണ്, മൈഗ്രേഷന്റെ കാലം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേരളത്തിലില്ല. ഞാൻ ശുശ്രൂഷ ചെയ്തൊരു ഇടവകയിൽ ഒരു കൺവെൻഷൻ നടത്താൻ ഞാൻ ചെന്നപ്പോ നിറഞ്ഞ കുഞ്ഞുങ്ങൾ നിന്ന സ്ഥലത്ത് 7-8 പിള്ളേരെ ഉള്ളൂ. ഞാൻ ചോദിച്ചു, കുട്ടികൾ എവിടെ? വികാരിച്ചൻ പറഞ്ഞു, കുട്ടികൾ ആരും നാട്ടിലില്ല, കുട്ടികളും ഇല്ല, ചെറുപ്പക്കാരും ഇല്ല, എല്ലാവരും പല സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി. കൂടുതൽ പേരും വിദേശത്തേക്ക് പോയി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലതാണ്, മൈഗ്രേഷൻ നല്ലതാണ്. ഈ നാട് ജീവിക്കാൻ കൊള്ളാത്തതാണെന്ന് തോന്നുമ്പോഴാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കാനഡയിലെ ടൊറോണ്ടോ എന്ന് പറയുന്ന നഗരത്തിൽ 20,000-ലധികം നമ്മുടെ കത്തോലിക്ക പിള്ളേര് അവിടെ മാത്രമുണ്ട്. കാനഡയിലെ ഒരു സിറ്റിയിൽ. ഞാൻ ചോദിക്കാണ് നിങ്ങളോട്, ഒരു വിദേശ രാജ്യത്തേക്ക്, ഒരു അന്യനാട്ടിലേക്ക്, നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള നമ്മുടെ അവബോധങ്ങൾ ഇല്ലാത്ത ഒരു ജനതയുടെ നാട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അയക്കുമ്പോൾ നിങ്ങൾ അവരെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അയച്ചത്? മൈഗ്രേഷൻ പെരുകുമ്പോൾ ഈ പോയ